പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി 18:21. മത്തായി 18:21. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് പറഞ്ഞു. ഈ വചനം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. പത്രോസ് കരുതിയത് യേശു അത് പറഞ്ഞത് യേശുവിന് വളരെ ഇഷ്ടമായത് സമ്മതിക്കുമെന്നായിരുന്നു. അത് മതിയാകും ആയിരുന്നു പത്രോസിൻ്റെ പ്രതീക്ഷ. കർത്താവ് അങ്ങനെ പറയുമെന്നാണ് വിചാരിച്ചത്. പരമാവധി പരിധി 7 പ്രാവശ്യം എന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ ആ വ്യക്തിയോട് അസാധാരണമായ ഒരു ഔദാര്യം കാട്ടുന്നത് എന്ന് പത്രോസ് എളുപ്പം ധരിച്ചു കാണും. 1 പ്രാവശ്യം പോലും ക്ഷമിക്കാൻ കഴിയാത്തവരാണല്ലോ വിശ്വാസികളായ നമ്മൾ. 7 വട്ടമല്ല, 70 വട്ടമെന്ന് യേശു മറുപടി പറഞ്ഞു. അതിൻ്റെ അർത്ഥം 490 പ്രാവശ്യം എന്ന് നമ്മെ ധരിപ്പിക്കാനല്ല യേശു അങ്ങനെ പറഞ്ഞത്. ഒരു പരിധിയുമില്ലാതെ ക്ഷമിക്കണമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പത്രോസ് വിചാരിച്ചു കർത്താവ് വലിയ മിടുക്കനെന്ന് പത്രോസിനെ പ്രശംസിക്കുമെന്ന് ആണ് വിചാരിച്ചത്. എന്നാൽ കർത്താവ് പത്രോസിനോട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി കൊടുക്കുകയാണ്. അവിടെ പത്രോസിനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് മനുഷ്യൻ എത്ര ക്ഷമിച്ചാലും മതിയാകത്തില്ല. മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കണം, അതിനുള്ള കൃപ പ്രാപിക്കണം. എത്ര ക്ഷമിച്ചാലും ഒരു ദോഷവും വരത്തില്ല, ഗുണമേ ഉള്ളൂ. ക്ഷമയാണ് മനുഷ്യൻ്റെ ബലം. ക്ഷമിക്കാൻ കഴിയാത്തവൻ ഒരിടത്തും വിജയിക്കുകയില്ല. അത് ആത്മീയ വഴിയായാലും ഭൗതിക വഴിയായാലും ക്ഷമയില്ലാത്തവന് ഉയരാൻ സാധിക്കുകയില്ല. ഒരു വലിയ ശാസ്ത്രജ്ഞനായിക്കൊള്ളട്ടെ, അനേക നാളത്തെ പരിശ്രമവും വിശ്രമവും ഇല്ലാതെ പരീക്ഷണങ്ങളിൽ ചിലപ്പോൾ അനേക രാത്രികൾ ഉറക്കം പോലുമില്ലാതെ പരിശ്രമിക്കുമ്പോഴൊക്കെ ആയിരിക്കും ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങൾ അവർ ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിയുന്നത്. നമ്മൾ മാഡം മേരി കുറിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. അവർ വലിയൊരു ശാസ്ത്രജ്ഞയായിരുന്നു. റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന താറിൽ നിന്നും പരീക്ഷിച്ച് അതിൻ്റെ പുകയും നാറ്റവും ഒക്കെ അനുഭവിച്ച് തൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ വഴക്കും കേട്ട് അനേക നാളുകൾ റിസർച്ച് ചെയ്തതിൻ്റെ ഫലമായി റേഡിയം എന്ന വസ്തു കണ്ടുപിടിച്ചു. അത് ഇന്ന് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് പോലും ഉപയോഗപ്രദമായി മാറി. അതുപോലെ സർ ഐസക് ന്യൂട്ടൺ, തോമസ് ആൽവ എഡിസൺ എന്നിവരൊക്കെ തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾക്കൊക്കെ അവർ വിശ്രമമില്ലാതെ ക്ഷമയോടെ കാത്തിരുന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവർ ലോകത്തിൽ വലിയ പ്രസിദ്ധരായി മാറി. അവർ ക്ഷമ നശിച്ച് പിന്മാറിയിരുന്നെങ്കിൽ ലോകത്തിന് എന്ത് സംഭവിച്ചേനെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ക്ഷമ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഗുണമായി ദൈവം കരുതുന്നു. ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഭൗതിക കോളത്തിലായാലും ആത്മീയ കോളത്തിലായാലും വിജയം പ്രാപിക്കണമെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഒക്കെയും ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 14:29 വായിക്കുമ്പോൾ, ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷ്ടത്വമുയരും. സദൃശവാക്യങ്ങൾ 15:18 നമ്മൾ വായിക്കുമ്പോൾ, ദീർഘക്ഷമയുള്ളവനോ കലകം ശമിപ്പിക്കുന്നു. സദൃശവാക്യം 16:32 പറയുന്നു, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ, പട്ടണം പിടിക്കുന്നവരിലും ശ്രേഷ്ഠൻ. നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തേടിത്തന്ന മഹാത്മാഗാന്ധി ക്ഷമയോടെ അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് ഇംഗ്ലീഷുകാരോട് സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഈ ക്ഷമ മഹാത്മാഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ബൈബിൾ സിദ്ധാന്തത്തിൽ നിന്നും തന്നെ നമുക്ക് പറയുവാൻ കഴിയും. പട്ടാളക്കാരനായ സായിപ്പ് ബൂട്ട് വെച്ച് മഹാത്മാഗാന്ധിയെ ചവിട്ടി. വായിൽ നിന്നും പല്ലുകൾ അടർന്നുപോയി, രക്തം വാർന്നൊലിച്ചു. എന്നിട്ടും സായിപ്പിനോട് തിരിച്ച് മഹാത്മാഗാന്ധി ചോദിക്കുകയാണ്, അങ്ങയുടെ കാലിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അങ്ങനെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ പട്ടാളക്കാരൻ്റെ ഹൃദയം തന്നെ വേദനിച്ച് കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ക്ഷമ മനുഷ്യൻ്റെ ജീവിതത്തെ, എതിരാളിയുടെ മനസ്സിനെ തന്നെ മാറിമറിക്കുന്നു. ക്ഷമയുടെ ഫലം എന്താണെന്ന് നാം നല്ലതുപോലെ മനസ്സിലാക്കി നമ്മളോട്
തെറ്റ് ചെയ്ത ഒരു വ്യക്തിയോട് നാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്? ഒരാളോട് ക്ഷമിക്കാതെ പക മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും കാർന്നു തിന്നാൻ തുടങ്ങും. ടെൻഷൻ നമുക്ക് കൂടി നമുക്കൊന്നിനും ശ്രദ്ധ പതിപ്പിക്കാൻ പോലും കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾക്ക് ദോഷമല്ലാതെ ഒരു ഗുണവുമില്ല. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ ജീവിതത്തെ എന്തിനു നശിപ്പിക്കുന്നു? നമ്മൾ ഒരുവനോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷവും മാറ്റവും പശ്ചാത്താപ ബോധവും അവനിൽ ഉണ്ടാകും. നമ്മുടെ ജീവിത വിജയത്തിന് ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം ഈ വിഷയം പലയിടങ്ങളിലും ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ക്ഷമയുണ്ടായിരിക്കണം. എല്ലാം ക്ഷമിക്കാൻ കഴിയാത്തവൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുകയില്ല. ക്ഷമയില്ലാത്തവനെ ദൈവത്തിന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുകയില്ല. കൂട്ടുകാരനോട് പിണങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ ക്ഷമ ചോദിച്ചതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് നിരന്നുകൊള്ളണം. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് പകയും വെറുപ്പും വെച്ച് കോപവും വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയില്ല. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെയാണ്. മത്തായി 6:12 അതിൻ്റെ അവസാനം വായിക്കുമ്പോൾ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പഠിപ്പിച്ചു. 6:14 നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ശരീരത്തിൽ ഇത്രയും വേദന അനുഭവിച്ചിട്ടും മനുഷ്യനായി അവതരിച്ച യേശു കർത്താവ് അവരോട് ക്ഷമിക്കാൻ തയ്യാറായി. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. യേശു കർത്താവ് ഉപമകളാലത് ഭംഗിയായി മനസ്സിലാക്കി കൊടുക്കുന്നു. മത്തായി 18:24-27 വാക്യങ്ങൾ തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഒരുമ്പെടുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് കഥ. തന്നോട് 10,000 താലന്ത് കടപ്പെട്ട ഒരു ദാസൻ കടം വീട്ടുവാൻ വകയില്ലാത്ത വിധം പാപ്പരായിരുന്നു. കടം വീട്ടുന്നതിനായി അവനെയും കുടുംബത്തെയും അടിമകളാക്കി വിൽക്കാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ തനിക്ക് അല്പസമയം കൂടി അനുവദിക്കണമെന്ന് ആ ദാസൻ കേണപേക്ഷിച്ചു. സമയം നൽകിയാൽ കടമെല്ലാം വീട്ടാമെന്ന് അവൻ ഉറപ്പ് നൽകി. എല്ലാ കടക്കാരെയും പോലെ അവനും സമയം അനുവദിച്ച് കിട്ടുന്ന പക്ഷം കടമെല്ലാം വീട്ടുമെന്ന് അവൻ്റെ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നവനായിരുന്നു. ഈ മനുഷ്യൻ 10,000 താലന്താണ് കടപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നതിൻ്റെ വലിപ്പം വ്യക്തമാക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. നാം എല്ലാവരും അവൻ്റെ മുമ്പിൽ ഭിക്ഷാടകരാണ് എന്ന മാർട്ടിൻ ലൂതർ ആവർത്തിച്ച് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. അത് കൊടുത്തു തീർക്കാമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട. രാജാവ് തൻ്റെ ദാസൻ്റെ മനതകർച്ച കണ്ടപ്പോൾ 10,000 താലന്തുകളും ഇളച്ചു കൊടുത്തു. ഇത് കൃപയുടെ ഐതിഹാസികമായ പ്രദർശനമാണ്. എന്നാൽ ഈ അധ്യായത്തിൽ 18-28-30 വരെയുള്ള വാക്യങ്ങളിൽ ആ ദാസന് വെറും 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനുണ്ടായിരുന്നു. അവനോട് ക്ഷമിക്കുന്നതിന് പകരം തൊണ്ടയിൽ പിടിച്ച് ഞെക്കി കടം വീട്ടുവാൻ നിർബന്ധിച്ചു. ഈ ദാസൻ അല്പം സാവകാശം ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചില്ല. കടം വീട്ടുമ്പോൾ അവനെ തടവിലാക്കി. കരുണയില്ലാത്ത പ്രവൃത്തിയിൽ കോപാകുലനായ മറ്റു ദാസന്മാർ രാജാവിനെ കാര്യം ധരിപ്പിച്ചു. രാജാവ് കോപം കൊണ്ട് കുറച്ചു. വലിയ കടം ഇളച്ചു കൊടുത്തിട്ടും ചെറിയ കടം ഇളച്ചു കൊടുക്കുവാൻ അവന് മനസ്സിലായിരുന്നു. തന്മൂലം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 18:35 അർത്ഥം വ്യക്തമാണ്. ദൈവമാണ് ആ രാജാവ്. പിഴ അടച്ച് തീർക്കാനാവാത്ത പാപകടത്തിന് സകലദാസന്മാരും അധീനരായി. അത്ഭുതാപകമായ കൃപയാലും കരുണയാലും കർത്താവ് കടമെല്ലാം പൂർണ്ണമായി വീട്ടി. സമ്പൂർണവും സൗജന്യവുമായ പാപക്ഷമ മനുഷ്യന് ലഭ്യമാക്കി. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് തെറ്റ് ചെയ്തുവെന്ന് കരുതുക. ശാസിക്കുമ്പോൾ അവൻ തെറ്റ് സമ്മതിക്കുകയും ക്ഷമായാചന നടത്തുകയും ചെയ്യുന്നു. എന്നാൽ മറ്റേ സഹോദരൻ തെറ്റ് ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഇളച്ചു കിട്ടിയ വ്യക്തി കേവലം 100 രൂപയുടെ കടം ഇളച്ചു കൊടുക്കുവാൻ വിസമ്മതിക്കുന്നു. അപ്രകാരമുള്ള മനോഭാവത്തെ രാജാവ് ശിക്ഷിക്കാതെ വിടുകയില്ല. അങ്ങനെയുള്ള ഒറ്റക്കാർ ഈ ജീവിതത്തിൽ ഏറെ അടികൾ വാങ്ങുകയും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നഷ്ടം സഹിക്കേണ്ടതായി വരികയും ചെയ്യും. ഇങ്ങനെയാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ദൈവമനുഷ്യ ക്ഷമ വളരെ അത്യാവശ്യമാണ്.
മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തവൻ കരുണയില്ലാത്തവനാണ്. അവന് ദൈവത്തിനു മുമ്പിൽ ദുഷ്ടദാസനാണ്. അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ ദൈവസ്നേഹമില്ലാത്തവരായി പോകും. മനുഷ്യരെ സ്നേഹിക്കുന്നവരെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന് വചനം പറയുന്നു. 1 യോഹന്നാൻ 4:20-21 വാക്യങ്ങൾ. നമ്മൾക്ക് ക്ഷമിക്കുക എന്നത് പറ്റാത്തൊരു വിഷയമായി തോന്നിയേക്കാം. ഒരു ദൈവഭക്തൻ ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യത വരെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. നമ്മൾക്ക് നമ്മളുടെ സഭയിലോ മറ്റു മനുഷ്യരോടോ പകയോ വിദ്വേഷമോ കോപമോ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാതെ ദൈവത്തെ ആരാധിച്ചാലോ പ്രാർത്ഥിച്ചാലോ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം അങ്ങനെയുള്ള ഒരു ഹൃദയം തരും. അവിടെ നിന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനും തുടങ്ങും. കർത്താവ് പറഞ്ഞു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്ക് നിലനിൽക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കി ദൈവവുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകണം. ഇതിന് ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. അതുകൂടാതെ നിരന്തരമായ പ്രാർത്ഥന. നമ്മളുടെ ക്ഷമയും ദൈവസ്നേഹവും കണ്ട് അനേകർ ദൈവത്തിലേക്ക് തിരിയട്ടെ. ഇതൊക്കെ നമ്മൾ പാലിച്ച് ദൈവവുമായി നല്ല ബന്ധത്തിൽ അവസാനം വരെ പോയാൽ നിത്യതയിൽ നമുക്ക് യേശു കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.